അതിഥി ടാസ്കിൽ 1 അടി. ഓരോ ടീമുകൾക്കും ഓരോ പാവ വീതം നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പുറകിൽ ഓരോ ബലൂണ് വീതം കെട്ടിയിട്ടുണ്ട്. ബലൂണ് പൊട്ടാതെ സംരക്ഷിക്കണം. എന്നാൽ ഇപ്പൊ നമുക്ക് ലൈവിൽ കാണാൻ സാധിച്ചത് ജിൻഡോയുടെ ടീമായ ഡെന്ന് ടാസ്കിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. ടാസ്കിനിടെ തന്നെ ഗ്രൂപ്പ് ചേർന്ന് കളിക്കുകയാണ് ഓരോ ടീമും. എന്നാൽ ജിൻഡോയുടെ ടീമിലെ പാവയുടെ ബലൂണ് പൊട്ടിക്കാൻ വന്ന അപ്സര പൊട്ടിക്കാനായിട്ട് അവർ പാവേനെ വെച്ചു കൊടുത്തു. അങ്ങനെ പാവ പൊട്ടുകയാണ്. എന്തായാലും കഴിഞ്ഞ വീക്ക് മുതൽ തന്നെ ബിഗ് ബോസ് ഫിസിക്കൽ ടാസ്ക് ഇവർക്ക് കൊടുത്തു തുടങ്ങി. ഓരോ ഫിസിക്കൽ ടാസ്കിലും ഓരോ അടിയാണ് നടക്കുന്നത്. ജിൻഡോയുടെ ടീമിലുള്ളത് ജിൻഡോ, ജാസ്മിൻ, ശ്രീതു, അൻസിബ എന്നിവരാണ്. ഒരു ഫിസിക്കൽ ഗെയിം ആയതുകൊണ്ട് തന്നെ ബൊമ്മേനെ അറ്റാക്ക് ചെയ്യാൻ വേറെ ടീമിൽ നിന്നും ഗബ്രിയോ, ഋഷിയോ ഒക്കെ വന്നാലും ആകെ അവരെ നേരിടാൻ ജിൻഡോ മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ ഒരു ഗെയിമില് ചിലപ്പോ ജിൻഡോ അവരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് ആ പേരും പറഞ്ഞ് ജിൻഡോനെ പുറത്താക്കാൻ നിൽക്കുകയാണ് ഓരോ ആൾക്കാരും എന്ന് നേരത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ ജിൻഡോ ഒരു സാവധാന രീതിയിലാണ് ഗെയിം കളിക്കുന്നത്. ജിൻഡോ ഒരു വഴക്കിനോ ഇടിക്കോ ഒന്നിനും അവിടെ പോകുന്നില്ല. ശരിക്കും ഒരു ക്രൂക്കഡ് ആയിട്ടുള്ള ഗെയിമാണ് സിജോയും ഗബ്രിയും ഒക്കെ കളിക്കുന്നത്. എല്ലാവർക്കും ജിൻഡോയുടെ ടീമിനെ ആദ്യം തന്നെ പുറത്താക്കണമെന്നായിരുന്നു. അങ്ങനെ പാവ ടാസ്കിൽ ആദ്യ റൗണ്ടിൽ നിന്ന് തന്നെ ജിൻഡോയുടെ ടീമായ ഡെന്ന് ഔട്ട് ആവുന്നു. എന്നാൽ ജിൻഡോ ശരിക്കും ഒരു ബ്രില്യന്റ് ഗെയിമാണ് അവിടെ കളിച്ചിരിക്കുന്നത്. ഗെയിമില് ഫസ്റ്റ് റൗണ്ടിൽ ഔട്ടായാലും ജിൻഡോയെ ഫിസിക്കൽ അസോൾട്ട് എന്നുള്ളൊരു കാര്യത്തിൽ വലിച്ചിടാനിരിക്കുന്ന എല്ലാവരെയും നമുക്ക് അവിടെ കാണാം. അങ്ങനെ ഒരു സാധ്യത മറ്റുള്ളവർക്ക് ജിൻഡോ കൊടുക്കുന്നില്ല. ബൊമ്മയുടെ ബലൂൺ പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ബഹളം ഉണ്ടാക്കുന്ന ജാസ്മിനെയും ശ്രീധുവിനെയും കാണാം. വളരെ വാശിയേറിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ.